സ്വാതന്ത്ര്യദിന സന്ദേശമായി നൃത്തശില്പം ഒരുക്കി ഒരു കൂട്ടം വിദ്യാർത്ഥികൾ തിരുവനന്തപുരത്തെ ആദിവാസി മേഖലയായ ചൂളിയാമല റിസർവ് ഫോറസ്റ്റിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന കടുക്കാക്കുന്ന ഗവൺമെന്റ് LP സ്കൂളിലെ കുട്ടികളാണ് വയനാട് ഉരുൾപൊട്ടലിൽ ജീവൻ നഷ്ടമായ കുരുന്നുകളുടെ ഓർമ്മയ്ക്കായി നൃത്തശില്പം ഒരുക്കിയത്. വയനാട് ദുരിതബാധിതരെ നമ്മളിൽ ഒരാളായി കണ്ട് ചേർത്ത് പിടിക്കുകയാണ് നാം. അതുപോലെ ദുരന്തത്തിൽ ജീവൻ നഷ്ടമായ കുരുന്നുകളുടെ ഓർമ്മകൾക്കൊപ്പം നിൽക്കുകയാണ് കടുക്കാക്കുന്ന ഗവൺമെന്റ് LP സ്കൂൾ. ദേശീയഗാനം ഉൾപ്പെടെ 2 ഗാനങ്ങളാണ് കുട്ടികൾ നൃത്തശില്പമായി അവതരിപ്പിച്ചിരിക്കുന്നത്. ആദിവാസി മേഖലയായ ചൂളിയാമല റിസർവ് ഫോറസ്റ്റിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന സ്കൂളിൽ 71 കുട്ടികളാണുള്ളത്. സ്കൂൾ പ്രിൻസിപ്പൽ S. ഷഫീലയാണ് നൃത്തശില്പം എന്ന ആശയത്തിന് പിന്നിൽ. ദേശസ്നേഹം ഉണർത്തുന്ന രീതിയിലുള്ള ഒരു പ്രോഗ്രാം ചെയ്യണമെന്നുള്ള ഒരാഗ്രഹം മനസ്സിലുണ്ടായി. കുഞ്ഞു മക്കൾ വളരെ സർഗാത്മക ശക്തിയുള്ളവരാണ് എന്നുള്ള ഒരു ബോധ്യം ഞങ്ങൾക്ക് മനസ്സിലായി. അങ്ങനെയാണ് ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഞങ്ങൾ സ്റ്റാഫ് ഇങ്ങനെ ഒന്ന് ചെയ്യാമെന്ന് തീരുമാനിച്ചത്. നിരവധി നൃത്തശില്പങ്ങൾ ഒരുക്കിയിട്ടുള്ള പ്രിയ പ്രസാദാണ് ഓർക്കസ്ട്രേഷനും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത്. കൂടുതലും സീനിയറായിട്ടുള്ള വ്യക്തികളെ വെച്ച് ചെയ്തിട്ടുണ്ട്. എന്നാലും കുട്ടികളെ അത്ര വലിയ ഒരു ഇത് തോന്നിയിട്ടില്ല. എല്ലാവരും നല്ല രീതിയിൽ തന്നെ നമ്മളോട് സഹകരിച്ചു. കുട്ടികളായിരുന്നാലും പെട്ടെന്ന് തന്നെ അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ മനസ്സിലായി അവർ നമ്മളോടൊപ്പം സഹകരിക്കുന്നുണ്ടായിരുന്നു. എല്ലാ കുട്ടികളും ഇപ്പം ചെറുപ്പത്തിൽ തന്നെ മൊബൈലും ഇതിനൊക്കെ എല്ലാം അഡിക്റ്റ് ആവുന്നു. അപ്പോൾ ആ ഒരു ഇതിൽ നമുക്ക് കുട്ടികളെ കുറച്ചുകൂടി ഈ ദേശഭക്തി ഗാനത്തിലോട്ട് അതിനെ കൊണ്ടുവന്ന് പഴയ തലമുറ വാർത്തെടുക്കാൻ വേണ്ടിയും കൂടിയാണ് നമ്മുടെ ഈ ഒരു PTA പ്രസിഡന്റ് ബലവീര ഹരിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഗാനങ്ങൾ ആലപിച്ചത്. കാണുമ്പോൾ ചെറുതായി തോന്നുമെങ്കിലും വലുതല്ലാത്ത ചേർത്തുപിടിക്കൽ തന്നെയാണ് ഇത്തരം സ്വാന്തന പ്രവർത്തനങ്ങളിലൂടെ നമ്മൾ കാണുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.